കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്നതിൽ ഉറച്ച കേന്ദ്ര സർക്കാർ. ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കേരളത്തിന് അധികാരമുണ്ടെന്ന് വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. പന്നിക്കിണിയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് കേരള സർക്കാരിന്റെ അനാസ്ഥയാണെന്നും മന്ത്രി പ്രതികരിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് തള്ളി. കാട്ടുപന്നി നിലവിൽ സംരക്ഷിത മൃഗങ്ങളുടെ 2ാം പട്ടികയിലാണ്. കടുവയും ആനയും 1ാം പട്ടികയിൽ തന്നെ തുടരും. 2 പട്ടികയിലായി ഈ മൃഗങ്ങൾ തുടരുമ്പോൾ തന്നെ നിയന്ത്രിക്കാൻ ഇളവുണ്ട്. ഈ അധികാരം ഉപയോഗിച്ച് കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ കേരളത്തിലെ ചില മുനിസിപ്പാലിറ്റികൾ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഈ അധികാരം മറ്റു സ്ഥലങ്ങളിലും ഉപയോഗിച്ചാൽ പ്രശ്നം പരിഹരിക്കാം. In the Kerala, some municipality already use this power, and I hope others municipalities also use this power. ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിക്കാനിടയായത് പൂർണ്ണമായും കേരളത്തിന്റെ അനാസ്ഥയാണ്. This electrocution was result of deliberate negligence by the state government of Kerala and local authorities, claiming several innocent lives. To handle this issue, വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യജീവൻ അപകടത്തിലാക്കിയെന്ന് വ്യക്തമാകുന്ന വീഡിയോയോ ചിത്രങ്ങളോ വാട്സാപ്പിൽ ലഭിച്ചാൽ പോലും കേന്ദ്രം നടപടിക്ക് അനുമതി നൽകും. വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി പോലും പട്ടികഭേദമില്ലാതെ നൽകുമെന്നാണ് വകുപ്പ് അറിയിച്ചത്. വന്യജീവികൾ നാട്ടിലിറങ്ങി സൃഷ്ടിക്കുന്ന ഉപദ്രവങ്ങളുടെ പാപഭാരം മുഴുവനും സംസ്ഥാന സർക്കാരിന്റെ തലയിലിടുകയാണ് കേന്ദ്ര സർക്കാർ. മീഡിയ 1, ഡൽഹി.